ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അല്പം പനിയുടെ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും വളരെ സന്തോഷകരമായിട്ടാണ് ഞാനായിരിക്കുന്നത്. കാര്യം നമ്മുടെ ഈ ബൈബിൾ ക്വിസ് ഉൽപ്പത്തി മുതൽ തുടങ്ങി മലാക്കി വരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ തയ്യാറാക്കുവാൻ, വീഡിയോ തയ്യാറാക്കുവാൻ, തക്ക സമയത്ത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുവാനൊക്കെയും ദൈവം സഹായിച്ചു. സകലമാനവും മഹത്വം കർത്താവിനെ അർപ്പിക്കുകയാണ്. തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും ഇത് നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ വന്നു, നാട്ടിലൊക്കെ പോയപ്പോഴൊക്കെ. എന്നാൽ അവിടെയൊക്കെയും പിന്നെയും തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ദൈവം സഹായിച്ചു. ഒരിക്കൽ കൂടി സകലമാനവും മഹത്വം കർത്താവിനെ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന ഇതിന് പിൻപിലുണ്ടായിരുന്നെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ഈ ബൈബിൾ ക്വിസ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നോടുകൂടെ എൻ്റെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ആ പ്രിയ സുഹൃത്തിനും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നമ്മുടെ പുതിയ നിയമത്തിൽ നിന്നുള്ള ബൈബിൾ ക്വിസ് ജനുവരി ആദ്യം ആരംഭിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇതുപോലെ തന്നെ വളരെ ഉത്സാഹത്തോടെ എല്ലാവരും പങ്കെടുക്കുക. ഈ ബൈബിൾ ക്വിസിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു മത്സരമല്ലാത്തത് കൊണ്ട് തന്നെ പല പ്രിയപ്പെട്ടവർ ഇതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നാൽ ഈ ബൈബിൾ ക്വിസ് മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും ദൈവവചനം വായിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്തുവെങ്കിൽ അത് മതി. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിക്കുക, ദൈവവചനം വായിക്കുക, ഇത് മാത്രമാണ് നമ്മുടെ ഈ ബൈബിൾ ക്വിസിൻ്റെ ലക്ഷ്യം. മത്സരബുദ്ധിയോടെ കണ്ട പല പ്രിയപ്പെട്ടവരും ഇതിൽ നിന്ന് ഇടയ്ക്കൊക്കെ പിന്മാറിപ്പോയി. അവരൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മത്സരമായിട്ട് നടത്തുന്ന ഒരുപാട് ബൈബിൾ ക്വിസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം: യഹോവയുടെ നാമത്തെ അപമാനിച്ചതായി കുറ്റപ്പെടുത്തപ്പെട്ടത് ആരാണ്? ഉത്തരം ഇതാണ്: പുരോഹിതന്മാർ. 1:6. രണ്ടാമത്തെ ചോദ്യം: ഏലിയാവിൻ്റെ ദൗത്യം എന്താണ്? ഉത്തരം ഇതാണ്: പിതാക്കന്മാരുടെ ഹൃദയം മക്കളുടെ അടുക്കിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരുടെ അടുക്കിലേക്കും തിരിക്കുക. 4:6. മൂന്നാമത്തെ ചോദ്യം: പൊന്നുപോലെ വെള്ളി പോലെ ശുദ്ധീകരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇതാണ്: ലേവി പുത്രന്മാരെ. മലാക്കി 3:3. നാലാമത്തെ ചോദ്യം: ദൈവത്തിന് സ്നേഹം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന യാക്കോബ് ഏശാവ് വിഷയം പൗലോസ് ഏത് ലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു? ഉത്തരം: റോമർ ലേഖനത്തിൽ 9:13. അഞ്ചാമത്തെ ചോദ്യം: ദൈവം വെറുക്കുന്നു എന്ന് പറയുന്ന കാര്യം യേശു ഏത് സുവിശേഷത്തിൽ ആദ്യകാല സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു? ഉത്തരം ഇതാണ്: മലാക്കി 2:16. നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. മർക്കോസ് 10:5 മുതൽ 12 വരെ വായിക്കുമ്പോൾ ഏത് കാര്യവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു ആദ്യം ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷണം ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യേശു പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം എഴുതിയത് ശരി തന്നെയാണ്. ആറാമത്തെ ചോദ്യം: എൻ്റെ ദൂതൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? പുതിയ നിയമത്തിൽ കാണുന്ന ഉദ്ധരണിയോടുകൂടെ റെഫറൻസ് എഴുതുക. ഉത്തരം ഇതാണ്: എൻ്റെ ദൂതൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സ്നാപയോഹന്നാനെയാണ്. മത്തായിയുടെ സുവിശേഷം 11:10. ഏഴാമത്തെ ചോദ്യം: പുരോഹിതനോട് ചോദിച്ചു പഠിക്കേണ്ടത് എന്താണ്? ഉത്തരം: ഉപദേശം. 2:7. എട്ടാമത്തെ ചോദ്യം: ഈ പുസ്തകത്തിൽ വിവാഹിതയ്ക്ക് പറഞ്ഞിരിക്കുന്ന ചില പദപ്രയോഗം എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: മലാക്കി 2:14. ഭാര്യ, കൂട്ടാളി, ധർമ്മപത്നി. ഒൻപതാമത്തെ ചോദ്യം: ലേവിയുടെ നിയമം എന്തിനോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു? മലാക്കി 2:5 നാം കാണുന്നു: ജീവനും സമാധാനവും. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവം ആദരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇതാണ്: യഹോവയെ സ്മരിക്കുന്നവരെയും യഹോവ ഭക്തന്മാരെയും. 3:16, 17 വാക്യങ്ങൾ. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യത്തിന് ആദ്യം ശരി ഉത്തരം അയച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം.